ഇടുക്കി പൂപ്പാറയിൽ അനധികൃതമായി കയ്യേറിയ ഭൂമി ഒഴിപ്പിക്കൽ നടപടികൾ തുടങ്ങിയിരിക്കുന്നു. പന്നിയാർപ്പുഴയും റോഡ് പുറമ്പോക്കും കയ്യേറിയ 56 കയ്യേറ്റങ്ങളാണ് ഒഴിപ്പിക്കുന്നത്. ഒഴിപ്പിക്കൽ ചെറുക്കുമെന്ന് ആക്ഷൻ കൗൺസിൽ ചെയർമാൻ ബാബു വർഗീസ് അറിയിച്ചിട്ടുണ്ട്. ഒഴിപ്പിക്കലിന്റെ ഭാഗമായി കടകൾ അടച്ചുപൂട്ടുമെന്നും വീടുകളിൽ നിന്നും ആരെയും ഇറക്കി വിടില്ലെന്നും ജില്ലാ കളക്ടർ അരുൺ എസ് നായരും അറിയിച്ചു. ഇത് ഈ പുഴയല്ലത്, ഇത് ശരിക്കും ഒരു തോടാണ്. ആ തോടിൻ്റെ കര 60-65 വർഷം ഞങ്ങളുടെ രണ്ട് ആളുകളുടെ പൂർവികർ താമസിച്ചിരുന്ന സ്ഥലമാണിത്. ഇവിടെ നിരവധിയായ ആളുകൾ ചെറിയ ചെറിയ വ്യാപാര സ്ഥാപനങ്ങൾ നടത്തി പോന്നിരുന്ന ആ വ്യാപാര സ്ഥാപനങ്ങൾ ടൗൺ പുരോഗതി പ്രാപിച്ചപ്പോൾ ഞങ്ങൾ അതിൻ്റെതായ രീതിയിലുള്ള ഒരു ചെറിയ പുരോഗമനം നടത്തി എന്നുള്ളതല്ലാതെ ഞങ്ങൾ ഒരു കാരണത്തിനും കയ്യേറ്റം നടത്തിയിട്ടില്ല. ഇനി അങ്ങനെ നടത്തിയിരിക്കുന്ന ഇത് കേരളത്തിൽ ഇവിടെ മാത്രമല്ലല്ലോ ഉള്ളൂ, പൂപ്പാറയിൽ മാത്രമല്ല ഉള്ളത്. ഇടുക്കി ജില്ലയിലെ വിവിധ ടൗണുകളിലേക്ക് സ്ഥിതി ചെയ്യുന്നത് മൂന്നാർ, വണ്ടിപ്പെരിയാർ, ഉപ്പുതറ, തൊടുപുഴ, മൂവാറ്റുപുഴ ഈ പറയുന്ന സ്ഥലങ്ങളെല്ലാം സ്ഥിതി ചെയ്യുന്നത് ആറിന്റെ പുറമ്പോക്കിലാണ്. ജെയിനസ് രാജു ഇടുക്കിയിൽ നിന്ന് വിവരങ്ങളുമായുണ്ട്. ജെയിൻ, വലിയ രോഷപ്രകടനവും രോദനവും ഒക്കെയാണ് അവിടെയുള്ള ആളുകളിൽ നിന്നും ഉണ്ടാകുന്നത്. സ്വാഭാവികമായിട്ടും അതുണ്ടാകും. ഇപ്പോൾ ഒഴിപ്പിക്കൽ നടപടികൾ എങ്ങനെയാണ് നടക്കുന്നത്? അവിടെ പ്രതിഷേധമൊക്കെ തുടങ്ങിയ അക്ഷയ, ഒഴിപ്പിക്കൽ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. 56 കെട്ടിടങ്ങളാണ് ഇന്ന് ഒഴിപ്പിക്കുന്നത്. ഇതിൽ ആളുകൾ താമസിക്കുന്ന വീടുകൾ ഏറ്റെടുക്കുമെങ്കിലും അവിടെയുള്ള താമസക്കാരെ ഒഴിപ്പിക്കില്ല. അവരെ അവിടെ താമസിക്കാൻ തുടരും, അല്ലെങ്കിൽ താമസിക്കാൻ അനുവദിക്കും എന്നുള്ളതാണ് ഇടുക്കി സബ് കളക്ടർ നേരത്തെ അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇടുക്കി സബ് കളക്ടർ അരുൺ എസ് നായരുടെ നേതൃത്വത്തിലുള്ള റവന്യൂ സംഘമാണ് ഈ നടപടികൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഏതാണ്ട് 100-100ഓളം പോലീസ് ഉദ്യോഗസ്ഥരെയും സ്ഥലത്ത് വിന്യസിച്ചിട്ടുണ്ട്. ഇവിടെയുള്ള ആളുകളെ സംബന്ധിച്ച് വലിയ ദുരിതമാണ് ഉണ്ടായിരിക്കുന്നത്. പലരും ഇപ്പോൾ സ്വമേധയാ കടകൾ ഒഴിഞ്ഞുകൊണ്ടിരിക്കുന്നു, വ്യാപാര സ്ഥാപനങ്ങളൊക്കെ ഒഴിയുകയാണ്. പലരും വലിയ സാമ്പത്തിക ബാധ്യതയും ദുഃഖവും ഒക്കെ രേഖപ്പെടുത്തുന്നുണ്ട്. അമ്മയുടെ വീടായിരുന്നു ഇത്? என்ன வீடு சார் இது? நான் 65 வருஷம் நாங்களுக்கு இங்கதான் தாமசம் சார். எல்லாமே நான் இப்போ கல்யாணம் கழிச்சு 44 வருஷம் ஆகுது. அதுல இருந்து இங்கதே அவர் தாமசம். மயன் என் 2 பையன்ல ஒரு பையன் கொரோனாவில் இறந்து வச்சு, அவர் பிள்ளைய 2 இருக்கு. அவருக்கு நாங்க தான் பார்க்கணும். எல்லாம் நாங்க என்ன வருமானம் வந்து சார் நாங்க என்ன செய்யறது? இதுல 2 குழந்தை இருக்கு. அது அவர்தான் எங்களுக்கு இப்போதைக்கு சாப்பாடு கொடுத்துக்கு இருக்கு. நாங்க என்ன செய்யணும்? நான் ஒரு வழி புடி இல்லாம இருந்தது. இப்ப திடீர்னு சுகம் இல்லை சார். இப்ப சுகம் இல்லாம இப்ப போய் சிஎச்சி போய் பார்த்துட்டு இப்போ இந்த பையில குழுவையெல்லாம் இருக்கு சார். இப்போ 2 அப்போ வாங்கி ஆளுக்கு ஒரு அப்பத்தை சாப்பிட முடியல சார் என்னால். எனக்கு ஒரே கரைச்சல். அந்த பையன் மட்டும்தான் ஒரு பிஸ்னஸ் பண்ணி வேலை செஞ்சிச்சு. அது இருந்த சொர்ணமெல்லாம் போட்டு எல்லாத்தையுமே போட்டு பிள்ளை ஒரு சின்ன வயசுக்கு அந்த பிள்ளைக்கு சொர்ணமெல்லாம் போட்டு அதெல்லாம் போய் பணியை வச்சு அது வச்ச சாரே. அதனால அந்த பையன்தான் எங்களுக்கு சாப்பாடு கொடுத்துக்கு. இப்போ அதையும் இல்லாமல் போயிருச்சுன்னு தான் எங்களுக்கு ஒரு வருத்தம். இப்போ ஒரு அவகாசம் கொடுத்தா கூட தாமசம் இருக்கிறதுக்கு ஒரு வீடு வேணும் எங்களுக்கு. തീർച്ചയായിട്ടും ഒരു സാവകാശം കൊടുക്കണം എന്നുള്ളതാണ് അവർ ആവശ്യപ്പെടുന്നത്. പക്ഷേ സബ് കളക്ടർ നേരത്തെ വ്യക്തമാക്കിയത് ഈ കൃത്യമായിട്ടുള്ള സാവകാശം ഇവർക്ക് ഇവിടെ നിന്ന് മാറുന്നതിനടക്കമുള്ള സാവകാശം നൽകിയിരുന്നു എന്നുള്ളതാണ്. എന്തായാലും ഈ ആളുകളെ സംബന്ധിച്ച് ഈ നിരയിലുള്ള കെട്ടിടങ്ങളെല്ലാം ഇന്ന് തന്നെ ഒഴിപ്പിക്കും. കടകൾ പൂട്ടി സീൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ സമരസമിതിയുടെ ചെയർമാനുണ്ട്, ആക്ഷൻ കൗൺസിലിന്റെ ചെയർമാൻ. എന്താണ് നിങ്ങൾ നടപടികളോട് സഹകരിക്കുകയാണ് ഈ ഘട്ടത്തിൽ? നടപടികൾ സഹകരിക്കാതിരിക്കാൻ പറ്റത്തില്ലാത്ത 144 പ്രഖ്യാപിച്ചിരിക്കുന്നു. ഞങ്ങൾ 5 ആളോ 6 ആളുകൾ മാത്രമാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കാനുള്ളത്. അപ്പോൾ അവരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അറസ്റ്റ് ചെയ്താൽ പിന്നെ ഞങ്ങൾക്ക് തുടർന്നുള്ള മുൻപോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് പോലും വളരെ ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം ഞങ്ങൾ സഹകരിക്കുന്നു. ഏതായാലും ഞങ്ങൾ നാളെ തന്നെ സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. പക്ഷേ ഈ കാടത്ത നടപടി ഇത് ശരിയായ നടപടിയല്ലാതെ ജനാധിപത്യ രാജ്യത്ത് ഒരു മനുഷ്യന് ജീവിക്കാനുള്ള അവകാശങ്ങൾ ജനാധിപത്യപരമായി കിട്ടിയിരിക്കുന്ന ഈ രാജ്യത്ത് ഞങ്ങൾക്ക് ഞങ്ങളുടെ കടയ്ക്കകത്തിരിക്കുന്ന സാധനങ്ങൾ പോലും എടുക്കുവാനുള്ള അവകാശം കിട്ടാതെ, സാവകാശം തരാതെ ഈ ചെയ്തിരിക്കുന്ന നടപടി ഒരു കാടത്തമാണ് എന്ന് പറയാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഏതായാലും നാളെ ഞങ്ങൾ സുപ്രീം കോടതിയെ സമീപിക്കും. കെട്ടിട ഉടമകൾക്ക് നോട്ടീസ് ലഭിച്ചില്ല. കെട്ടിട ഉടമകൾക്ക് ഒരു 45-60 ദിവസം മുമ്പ് ഒഴിഞ്ഞു പോകണമെന്നും പറഞ്ഞ് വില്ലേജ് ഓഫീസർ തന്ന ഒരു നോട്ടീസ് അല്ലാതെ അതിനുശേഷം ഇതുവരെ ഞങ്ങൾക്ക് നോട്ടീസ് ഇതുവരെയായിട്ട് കിട്ടിയിട്ടില്ല. തീർച്ചയായിട്ടും അവരുടെ വാദം അതാണ്. അതായത് കൃത്യമായി ഈ കടകൾ ഒഴിഞ്ഞു പോകുന്നതിനുള്ള സാവകാശം അവർക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. നേരത്തെ ഈ ഒഴിപ്പിക്കൽ നടപടികൾ തടയും എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷേ ഈ ഘട്ടത്തിൽ വാർത്തകളിലൂടെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അവരെ നേരിട്ട് ആ കാര്യം അറിയിക്കേണ്ടതുണ്ട്. ഇവർക്ക് നോട്ടീസ് ലഭിച്ചിട്ട് എത്ര ദിവസം ഉണ്ടായിരുന്നു? ഒരു നോട്ടീസ് നൽകുകയല്ലാതെ മറ്റൊരു കാര്യം ഇവരോട് പറയുകയോ അങ്ങനെ എന്തെങ്കിലും നിർദ്ദേശം നൽകുകയോ ഒന്നും ഉണ്ടായിട്ടില്ല. ഇവരെ വളരെ വേദനയോടെയാണ് അവരൊക്കെ സംസാരിക്കുന്നത്. അവരെന്ത് ചെയ്യുമെന്നുള്ള ചോദ്യമൊക്കെ ഉയർത്തുന്നുണ്ട്.